കേരളത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവും ആ അർത്ഥത്തിൽ വേട്ടയാടപ്പെട്ടില്ല. പിണറായി വിജയനൊക്കെ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആരോപണം പല വ്യത്യസ്ത തലത്തിലുള്ള ആരോപണങ്ങളുടെ മുന്നിൽ നിർത്തിയായിരുന്നു. പക്ഷേ ഇത്തരം വഷളത്തരം നിറഞ്ഞ ആസൂത്രിതമായ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരായ സമൂഹ മാധ്യമങ്ങളുടെ ആക്രമണം വി ഡി സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനെ തേടി വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പേരിട്ട് വിളിക്കുകയാണ് ഒരു യൂട്യൂബർ, ഒരു വഷളൻ യൂട്യൂബർ ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് ഒരു ഇരട്ടപ്പേരിട്ടാണ് വിളിക്കുന്നത്. കേക്കച്ചൻ എന്നാണ് അത്രേ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത്. അങ്ങനെ ആ തമ്പനീരുകൾ എടുത്തുനിന്ന് നോക്കിയാൽ മതി. വഷളത്തരം പറഞ്ഞുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളെ ചേർത്ത് വിളിച്ചുകൊണ്ട് നിരന്തരമായി വി ഡി സതീശനെതിരെ ആ യൂട്യൂബർ ആക്രമണം നടത്തുന്നു. ഒരു യൂട്യൂബറല്ല, ഒരുപാട് യൂട്യൂബറുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയുടെ ഭർത്താവ് പോലും നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിരന്തരമായി ആക്ഷേപം നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റ് പെയ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് വഴി ആളുകളെ സ്വാധീനിക്കുന്നു. മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പണം വാങ്ങിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുകഴ്ത്തിക്കൊണ്ടൊരു PR വർക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ വി ഡി സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തി കാണിക്കുകയല്ല ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം, പകരം വി ഡി സതീശനെ ഇകഴ്ത്തി കാണിക്കലാണ് ലക്ഷ്യം എന്ന് പറയുന്നത്.